Wika Education Solutions. ഹായ് ഫ്രണ്ട്സ്, വിക എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പാരാമെഡിക്കൽ സെക്ടറിലെ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി എന്നുള്ള കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. എന്താണ് OTAT അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി? നോർമലി നമുക്കറിയാമല്ലേ, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, കാര്യങ്ങൾ, സ്റ്റെറിലൈസേഷൻ ചെയ്യുക, ദെൻ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ കറക്റ്റ് പ്രോപ്പർ സമയത്ത് തന്നെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. ഇനി അനസ്തേഷ്യ ഡോക്ടർ വരുന്ന ടൈം ഡോക്ടറിൻ്റെ കൂടെ നിന്ന് മെഡിസിൻ ലോഡ് ചെയ്ത് കൊടുക്കുക. പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ, അതായത് BP, ഹാർട്ട് റേറ്റ് തുടങ്ങിയവ മോണിറ്റർ ചെയ്ത് കറക്റ്റ് ടൈമിന് തന്നെ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അനസ്തേഷ്യ ടെക്നീഷ്യൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന ജോലികൾ. അതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെന്റ് സൈഡും നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. 3 വർഷ ക്ലാസ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പുമാണ് വരുന്നത്. ഇനി OTAT എന്നുള്ളൊരു കോഴ്സ് എടുക്കാനായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മിനിമം പെർസെൻറ്റേജ് 50% മാർക്കുള്ള സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് കേരളത്തിനകത്താണ് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ LBS ത്രൂ ആയിരിക്കും അലോട്ട്മെന്റ് നടക്കുന്നത്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. കേരളത്തിനകത്ത് BSc കോഴ്സിന്റെ എണ്ണം കുറവാണ്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ അത്യാവശ്യം നമ്പർ ഓഫ് സീറ്റ്സും കോളേജസും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പഠിക്കുന്ന കോളേജ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ എന്ന് നിങ്ങൾ നോക്കുക. അതിനോടൊപ്പം നിങ്ങൾ പഠിക്കുന്ന ഹോസ്പിറ്റലിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണോ എന്ന് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അനസ്തേഷ്യ ടെക്നോളജിയാണ്. അപ്പോൾ ഓപ്പറേഷൻസ് കാര്യങ്ങൾ നടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് 1-2 വർഷം നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കാരണം ഈ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് നോക്കുക. ഇനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള PSCയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ഒന്നും തന്നെ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈവറ്റ് മേഖലകളിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എബ്രോഡ് പോകുന്ന ടൈമും രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളുമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് കാരണമാണ് സ്റ്റേറ്റ് രജിസ്ട്രേഷൻ നോക്കുക. നിങ്ങൾ പഠിക്കുന്ന കോളേജ് അവരുടെ സ്റ്റേറ്റിൻ്റെ അണ്ടറിലാണോ എന്ന് നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി BSc കോഴ്സിൻ്റെ സ്റ്റഡി മെത്തേഡ് എന്താണെന്ന് നോക്കാം. തിയറി അതിനോടൊപ്പം പ്രാക്ടിക്കൽ എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്ന തിയറിയോടൊപ്പം അതിനോടൊപ്പമുള്ള പ്രാക്ടിക്കൽസ് കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ BSc കോഴ്സ് ആണെങ്കിൽ 50-50 എന്നുള്ള രീതിയിലായിരിക്കും പഠിക്കുന്നത്. ഇനി ഡിപ്ലോമയാണെങ്കിൽ 80% പ്രാക്ടിക്കൽ സൈഡും 20% തിയറി സൈഡും പഠിക്കുന്നത്. വളരെ ചുരുക്കമായിട്ടായിരിക്കും നമ്മൾ ഡിപ്ലോമ കോഴ്സിനകത്ത് പഠിക്കുന്നത്. BSc കോഴ്സിനകത്താണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇനി ഈ ഒരു കോഴ്സിന്റെ ആവറേജ് ഫീസ് എന്താണെന്ന് നോക്കാം. കേരളത്തിനകത്താണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി എന്താണോ തീരുമാനിക്കുന്നത് അതായിരിക്കും ഫീസ്. ഇനി കേരളത്തിന് പുറത്താണെങ്കിൽ ഓരോ കോളേജ് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ഫീസ്. ആവറേജ് ഫീസ് വരുമ്പോൾ 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഇയർലി ഫീസ് വരുന്നുണ്ട്. ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ എവിടെയൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതലും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തന്നെയാണ് നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നത്. ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്ഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് MSc ചെയ്യാനായിട്ട് സാധിക്കും. ഇനി MBA പോലെയുള്ള കോഴ്സുകൾ എടുത്ത് അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലോട്ട് പോകാനായിട്ടും സാധിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് ടീച്ചിങ് മേഖലകളിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യയിലും അതുപോലെ തന്നെ എബ്രോഡും ഒരുപോലെ ചാൻസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് BSc OTAT. എബ്രോഡ് പോകുന്ന കുട്ടികളാണെങ്കിൽ
BSc OT-AT എന്നുള്ള കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 1-2 വർഷം നിങ്ങളുടെ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കൺട്രിയിൽ ഏതാണോ എക്സാം കൊടുക്കേണ്ടത് ആ എക്സാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് BSc OT-ATയുടെ സിലബസ് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്? ഫസ്റ്റ് ഇയർ ടോട്ടലായിട്ട് 4 സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി. ഇത്രയും തിയറി അതിനോടൊപ്പം പ്രാക്ടിക്കലും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ ഫാർമക്കോളജി, മൈക്രോബയോളജി, മെഡിസിൻ ആൻഡ് മെഡിക്കൽ എത്തിക്സ്, പ്രിൻസിപ്പിൾ ഓഫ് അനസ്തേഷ്യ ഫസ്റ്റ്. ഈ 4 സബ്ജക്റ്റുമാണ് നമുക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ക്ലിനിക്കൽ പ്രാക്ടിക്കൽസും സ്റ്റാർട്ട് ചെയ്യാം. ഇനി തേർഡ് ഇയറിലോട്ട് പോകുമ്പോഴത്തേക്ക് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് അനസ്തേഷ്യ സെക്കൻഡ്. ഈ 2 പേപ്പറുമാണ് നമ്മൾ ഫൈനൽ ഇയർ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അതിനോടൊപ്പം ക്ലിനിക്കൽ പ്രാക്ടിക്കലും വരുന്നുണ്ട്. ഈ 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പാസ്സായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഇന്റേൺഷിപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോലിയിലോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് BSc OT-ATയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കോളേജ് ചൂസ് ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.